ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്നാണ് പൊതുവെ പറയാറുള്ളത്. ഇസ്ലാം കാരുണ്യമാണ്. ആർക്കാണ് ഈ കാരുണ്യം കിട്ടുന്നത് എന്നൊന്നും ചോദിക്കുന്നത്. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. ആർക്കാണ് ഈ സമാധാനം? അള്ളാഹുവിനാണോ സമാധാനം? അതോ നബിക്കാണോ സമാധാനം? അതല്ല ഖുർആൻ അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾക്കാണോ സമാധാനം? ലോകത്തിന്നേ വരെ ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാരുണ്യമാണ്. ശരി, ഇത് എഴുതി വെച്ച് വായിച്ചാൽ മാത്രം കാരുണ്യമാകുമോ? അജയ് ഹായ്. എഴുതി വെച്ച് വായിച്ചാൽ മാത്രം കാരുണ്യമാകുമോ? ഇല്ല. നമ്മള് ഇസ്ലാമിലെ കവിഞ്ഞൊഴുകുന്ന കാരുണ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇല്ലാ കഥ പറയുവാണ്, അനാവശ്യങ്ങൾ പറയുവാണ്, ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തുവാണ്. ഇങ്ങനെയല്ല. ഏതെങ്കിലും ഒരു ഖുർആൻ വചനം ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ല എന്ന് നിങ്ങളൊന്ന് തെളിയിക്കണം. അപ്പോഴേ ഞാൻ പറഞ്ഞത് നുണയാണ് എന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ പറ്റൂ. ഒന്നുകിൽ ഖുർആനിൽ ഇല്ലാത്തതായിരിക്കണം അതല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കരുത് അർത്ഥം. ഞാൻ എൻ്റെതായിട്ടുള്ള വ്യാഖ്യാനം നൽകിയതായിരിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധിക്കാതെ ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായിട്ട് ആരോപണങ്ങൾ മാത്രം ഉയർത്തുമ്പോഴാണല്ലോ നമുക്ക് വസ്തുനിഷ്ഠമായി യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത്. ഇതാണ് സത്യമെന്ന്, ഇതാണ് യാഥാർത്ഥ്യമെന്ന്. ദാ ഖുർആൻ ഇന്ന അധ്യായം ഇത്രാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നതാണ് നമ്മൾ പറയുന്നത്. ഈ ഖുർആൻ വചനം ഈ കാലഘട്ടത്തിന് യോജിച്ചതാണോ? പോട്ടെ, കാലഘട്ടത്തിനേ യോജിച്ചതാണോ ഈ കാലഘട്ടത്തിന് എന്നുള്ളത് പോട്ടെ. ലോക അവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥത്തിനകത്ത് എങ്ങനെയാണ് ഇത്രയധികം അന്യമത വിരോധവും ചോരക്കൊതിയും വരുന്നത്? ഈ ചോരക്കൊതിയെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാത്തിനും സാധിക്കുന്ന പടച്ചോൻ എന്തിനാണ് മുസ്ലിങ്ങളെ സൃഷ്ടിച്ച് മുസ്ലിങ്ങളുടെ കയ്യിൽ ആയുധവും വെച്ചുകൊടുത്ത് ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനുള്ള ദൗത്യം മുസ്ലിങ്ങളെ ഏൽപ്പിക്കേണ്ട കാര്യമുണ്ടോ പടച്ചോനെ? എന്തിനും പറ്റുന്ന പടച്ചോനല്ലേ? എല്ലാത്തിനും കഴിവുള്ളവനായ അള്ളാഹുവിന് അതിന്റെ ആവശ്യം എന്താ? കോപം, ദേഷ്യം, വഴിപിഴപ്പിക്കുക, ശപിക്കുക, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിനകത്തൊക്കെ എത്രയോ ഭേദമാണെന്ന് തോന്നിപ്പോകും. എല്ലാത്തിനും കഴിവുള്ള സർവശക്തനായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്തും സാധിക്കാമല്ലോ. ഇപ്പൊ ഒരുത്തൻ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ജീവിക്കുന്നു, ഇസ്ലാമിനെ വിമർശിക്കുന്നു, ഖുർആനിനെയും ഹദീസിനെയും വിമർശിക്കുന്നു. ശരി, അവൻ പൊടിഞ്ഞു പോകട്ടെ എന്ന് പടച്ചോൻ അങ്ങ് വിചാരിച്ചാൽ തീരാവുന്ന വിഷയമില്ലേ ഉള്ളൂ, അല്ലേ? മുമ്പ് കുറച്ച് കുട്ടികള്, ആ കുട്ടികള് മദ്രസകളിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. ഈ കുട്ടികളുടെ കൈകളില് കുറച്ച് പ്ലക്കാർഡുകളുണ്ട്. ഈ പ്ലക്കാർഡിനകത്ത് എഴുതിയിരിക്കുന്നത് നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം. അതായത് ലക്കും ദീനുക്കും വലിയ ദീൻ, അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം എന്ന്. ആലോചിച്ചു നോക്കണം, ഈ പ്ലക്കാർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന്, അതിന്റെ അർത്ഥം എന്താണെന്നോ ആശയം എന്താണെന്നോ കുഞ്ഞുങ്ങൾക്കറിയില്ല. എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം. 109 അധ്യായം 6 വചനമാണത്. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ഖുർആനിലെ ഒരു വചനം കുട്ടികളെ പഠിപ്പിക്കുവാണ്. ആ പ്ലക്കാർഡും പിടിച്ച് കുട്ടികൾ പൊതുനിരത്തിൽ ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തിന്? ഖുർആൻ പഠിപ്പിക്കാൻ ജനങ്ങളെ. ശരിയാണ്, ഇത് ഖുർആനിലുള്ള വചനമാണ്, ഇല്ല എന്ന് ആരും പറയുന്നില്ല. അതായത് ഖുർആനിൽ എന്താണ് പറയുന്നത്, ഖുർആൻ മതേതര ഗ്രന്ഥമാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഗതികെട്ട ചക്രശ്വാസത്തിലാണ് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി. ഒരു കയ്യിൽ ഖുർആനും മറുകൈയിൽ വാളുമേന്തി പൊട്ടിത്തെറിക്കാൻ പോകുന്ന ആളുകളെ നമ്മൾ കണ്ടില്ലേ? യുദ്ധം ചെയ്യാൻ പോകുന്ന ആളുകളെ നമ്മൾ കണ്ടില്ലേ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആരാന്റെ കഴുത്ത് വെട്ടാൻ പോകുന്ന ആളുകളെ കണ്ടില്ലേ? അതുകൊണ്ട് ലോകത്തിന്റെ ഏതു കോണിൽ ബോംബ് പൊട്ടിയാലും, എവിടെ ഒരു കത്തിക്കുത്തോ കൊലപാതകമോ പൊട്ടിത്തെറിയോ നടന്നാലും ശരി, അതൊരു മുസ്ലിം നാമധാരിയായിരിക്കും.
നമ്മളെല്ലാം കറ്റൻട്രി ആയിട്ട് പറയുന്നതല്ല, മുൻധാരണയോടുകൂടി പറയുന്നതല്ല. ഒരു മുസ്ലിം നാമധാരിയുണ്ട് അതിനകത്ത്. ഇതുവരെ പിടിക്കപ്പെട്ട കേസുകളുടെ അവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഇസ്ലാമിക ഭീകരവാദിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഇതൊരു മുസ്ലിം ഭീകരാക്രമണമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഒലിപ്പീര് വരും. അവര് ശരിയായ ഇസ്ലാം അല്ല, അവര് ശരിയായ മുസ്ലിങ്ങളല്ല, അവര് മനസ്സിലാക്കിയ ഇസ്ലാമിന് എന്തോ കുഴപ്പമുണ്ട്, എന്റെ ഇസ്ലാം ഇങ്ങനെയല്ല. ഒരു ശരിയായ മുസ്ലിം ആയിക്കൊണ്ട് അയാൾക്ക് പൊട്ടിത്തെറിക്കാൻ കഴിയില്ല. മദ്രസയില് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു എന്ന് വിചാരിക്കുക, ഒരു പീഡന വാർത്ത വന്നു, അപ്പൊ പറയും വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് പീഡിപ്പിക്കാൻ പറ്റില്ല, വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് കൊലപാതകം നടത്താൻ പറ്റില്ല. എത്ര കാലം ഇങ്ങനെ വിശ്വാസത്തെ നിങ്ങൾ ഇങ്ങനെ പെയിന്റ് അടിക്കും? എന്റെ വിശ്വാസം അങ്ങനെയല്ല, എന്റെ നബി ഇങ്ങനെയല്ല, എന്റെ ഗർഭം ഇങ്ങനെയല്ല. എത്ര കാലം ഇത് പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോകും? ഇപ്പൊ ഖുർആനിലുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ശരി, അങ്ങനെ ഒരു വചനം ഖുർആനിൽ ഉണ്ടായിട്ടും എന്തിനായിരിക്കും ഹമാസ് ഭീകരർ അവരുടെ ഒരു സൂപ്പർനോവ സംഗീത സദസ്സിലേക്ക് കയറി ചെല്ലുന്നത് ഇസ്രായേലില്? എന്തിനാണ് ആ സദസ്സിൽ ഉണ്ടായിരുന്ന 1400 പേരെ വെട്ടിയും കുത്തിയും കൊല്ലപ്പെടുത്തുന്നത്? അവരിൽപ്പെട്ട 250ഓളം ആളുകളെ എന്തിനാണ് പിടിച്ച് ബന്ധികളാക്കി കൊണ്ടുവരുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് എന്തിനാണ് ജൂതപ്പെണ്ണിനെ ബലാത്കാരം ചെയ്യുന്നത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എന്തിനാണ് ജൂത കുഞ്ഞുങ്ങളുടെ കഴുത്തറുക്കുന്നത്? എന്തിനാണ് ഐസിസുകാർ ഇസ്ലാം മതം സ്വീകരിപ്പിക്കുന്നതിന് വേണ്ടി യസീദികളെ കൂട്ടത്തോടുകൂടി കൊലപാതകം നടത്തുന്നത്? എന്തിനാണ്? ഇപ്പോ എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം എന്നാണെങ്കിൽ എന്തിനാണ് ഇവര് സിറിയയിലേക്ക് പോകുന്നത് പൊട്ടിത്തെറിക്കാൻ? നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങളും ചർച്ചുകളും ഒന്നും പിടിക്കുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ലോകം മുഴുവനും ഇസ്ലാം മാത്രം വളർത്തണം എന്നുള്ള ആശയത്തിലല്ലേ ഇവര് പോകുന്നത്? എന്തിനാണ് പിന്നെ ഇവര് പോകുന്നത്? നമ്മൾ ചിന്തിക്കണം. ഖുർആൻ വളച്ചൊടിച്ചു നമ്മള് സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി, അർത്ഥം മാറ്റി, ആശയങ്ങൾ മാറ്റി, ശരിയായ രൂപത്തിലുള്ള അർത്ഥമല്ല, ജാമിദ അവനുടേതായിട്ടുള്ള രൂപത്തിലുള്ള വ്യാഖ്യാനമാണ് നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് എത്ര കാലം നിങ്ങൾ ഇതിനെ ഇങ്ങനെ പെയിന്റ് അടിച്ച് നിർത്തും സുഹൃത്തുക്കളെ? എത്ര കാലം? ഖുർആനിൽ പറഞ്ഞ വചനങ്ങളല്ലേ മക്കയിലായിരുന്നപ്പോൾ പ്രവാചകൻ സമാധാനത്തിന്റെ വചനങ്ങളും മദീനയിലായിരുന്നപ്പോൾ കഴുത്ത് വെട്ടാനുള്ള വചനങ്ങളും ഇറക്കി എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പബ്ലിക്കിനോട് പറയാൻ കഴിയാത്തത്? മക്കയിൽ ഉഡായിപ്പൊന്നും നടന്നില്ല. അതുകൊണ്ട് മക്കയിലായിരുന്നപ്പോൾ നിനക്ക് നിന്റെ മതവുമായിട്ട് നീ പൊയ്ക്കോടാ, ഞാൻ എന്റെ മതവുമായിട്ട് പൊയ്ക്കോളാമടാ. മദീനയിലെത്തിയപ്പോൾ പിടിക്കടാ, അവനെ നികുതി കൊടുക്കാൻ പറയടാ, നീട്ടടാ കഴുത്ത്, വെട്ടടാ, അല്ലെങ്കിൽ നാട് കടത്തടാ, നമ്മുടെ മതം സ്വീകരിക്കാൻ പറയടാ. എങ്ങനെയുണ്ട്? ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്മാരുടെ തലകളാണ് നിലത്ത് കിടന്നുരുളുന്നത്, കൈകാലുകൾ ഛേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ബലാത്കാരം നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഖുർആനിന്റെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്നതുപോലെ ഒരു ഭാഗത്ത് എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം എന്നൊക്കെ പറയുമെങ്കിൽ പോലും മറുഭാഗത്ത് ലോകം മുഴുവനും ഇസ്ലാമായി തീരുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വചനങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കാൻ തുടങ്ങിയത്. ഇസ്ലാം അങ്ങനെയല്ലല്ലോ, ഇസ്ലാം സമാധാനമല്ലേ. ഞങ്ങൾ കാണുന്ന മുസ്ലിങ്ങളൊക്കെ സമാധാന പ്രിയരാണല്ലോ, അവർക്കൊക്കെ ഞങ്ങളോട് സ്നേഹമാണല്ലോ, അവരാരും ഞങ്ങളുടെ കഴുത്ത് വെട്ടാൻ വേണ്ടി പുറപ്പെടുന്നവരല്ലല്ലോ ജാമിദ പറയുന്നത് പോലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ചില വചനങ്ങൾ നെസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോകം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിച്ച് അദൃശ്യം പോലും വ്യക്തമായി അറിയുന്ന ഈ പടച്ച റബ്ബ് ചില വചനങ്ങൾ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ചില കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ട് മാത്രം അയച്ചതാണ്. അതുകൊണ്ട് റബ്ബയില്ലേ നമ്മൾ തെറ്റുമ്പോ, എറേസർ ഉപയോഗിച്ചിട്ട് മായ്ച്ചു കളയില്ലേ നമ്മൾ തെറ്റുമ്പോ, അതുപോലെ അള്ളാഹു ചില വചനങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം എന്ന് എഴുതിയിരിക്കുന്ന പ്ലക്കാർഡും പിടിച്ചു നിൽക്കുന്ന കുട്ടിയില്ലേ, ഈ കാലഘട്ടത്തിന് യോജിക്കാൻ പറ്റത്തില്ല എന്ന് അള്ളാഹു പറഞ്ഞ വചനമാണത്. മനസ്സിലായില്ല?
അതായത് ആ വചനം ലോക അവസാനം വരെയുള്ള ജനതയ്ക്ക് വേണ്ടുന്ന അല്ല, ആ കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതായിരുന്നു. അതുകൊണ്ട് തൽക്കാലം അള്ളാഹു അത് നസ്ഖ് ചെയ്തു. മനസ്സിലായ? എന്നിട്ട് അള്ളാഹു പറയാ 9-ാം അധ്യായം സൂറത്ത് തൗബ 5:29 ആ അവിശ്വാസികളായ ആളുകളെ പതിയിരുന്നിട്ടാണെങ്കിലും ശരി കണ്ടെത്തിയിടത്ത് വെച്ച് പിരടിക്ക് വെട്ടിക്കൊല്ലാൻ കയ്യോടെ കപ്പം കൊടുത്ത് കീഴടങ്ങുന്നതുവരെ. എങ്ങനെയുണ്ട്? അപ്പൊ ആദ്യം പറഞ്ഞ വചനത്തെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം എന്ന്. അപ്പൊ ഈ വചനം നേരെ എതിരല്ലേ? ഖുർആൻ പരസ്പര വിരുദ്ധമല്ലേ ആ പറഞ്ഞ ആശയം? നിങ്ങൾ പതിയിരുന്നിട്ടാണെങ്കിലും ശരി അമുസ്ലിങ്ങളുടെ മക്കളായി ജനിച്ചതിന്റെ പേരിൽ, അമുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചതിന്റെ പേരിൽ അവരെ അങ്ങ് കൊന്നേക്ക്, പിരടിക്ക് വെട്ടി. എന്തേ? ലോകം മുഴുവനും അഖിലാണ്ട ലോകവും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ അവരൊക്കെ അങ്ങ് വിശ്വാസികളാകത്തില്ലായിരുന്നോ? എന്തിനാണ് മുസ്ലിങ്ങളെ മാത്രം നിലനിർത്തിയിട്ട് അമുസ്ലിങ്ങളെയൊക്കെ കൊല്ലാൻ അള്ളാഹു കൽപ്പിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അധികമാരും പുറത്തു പറയാത്ത, ചർച്ച ചെയ്യാത്ത ഒരുപാട് സൂക്തങ്ങൾ ഖുർആനിലുണ്ട്. ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ അള്ളാഹു കുറച്ച് വചനങ്ങൾ ഉപേക്ഷിച്ചു എന്നത് നേരെ. പക്ഷെ അള്ളാഹു ആ കാലഘട്ടത്തിൽ വേണ്ട എന്ന് പറഞ്ഞ, എക്കാലഘട്ടത്തേക്കും വേണ്ടതല്ല എന്ന് പറഞ്ഞ വചനങ്ങളെക്കാൾ എത്രയോ കൂടുതൽ വചനങ്ങൾ ഇന്ന് മുസ്ലിം പുരോഹിതർ ഒതുക്കിയിട്ടുണ്ട്. അവര് റദ്ദ് ചെയ്തിട്ടുണ്ട്. അവരത് ലോക ജനങ്ങൾ വായിക്കരുത് എന്ന് മനസ്സിലാക്കി അത് ഒളിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പബ്ലിക്കായിട്ട് ഖുർആൻ വചനങ്ങൾ ഇതാണ് ഖുർആൻ വചനം. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 29 അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 5 അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്. അമുസ്ലിങ്ങളെ കണ്ടെത്തിയിടത്ത് വെച്ച് പിരടിക്ക് വെട്ടിക്കൊല്ലാൻ പറയുന്നുണ്ട് അല്ലാഹു എന്ന് നമുക്ക് ഈ ഖുർആനിന്റെ ഇൻഡെക്സ് അടക്കം ജനങ്ങളോട് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇനിയും വല്ലാതെ ചർച്ച ചെയ്യാത്ത ഒരു ഹദീസ് കൂടിയുണ്ട്. നമ്മൾ പലപ്പോഴും അവിടെയും ഇവിടെയും ഒക്കെ തൊടാതെ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് നേരാ. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെയും ജൂതരെയും മുഴുവനായി പുറത്താക്കുന്നതുവരെ വിശ്രമമില്ല എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നിങ്ങൾ sunna.com നോക്കുക, 32-75. അപ്പോ അമുസ്ലിങ്ങളോട്, പ്രത്യേകിച്ച് ജൂത ക്രിസ്ത്യാനികളോട് എത്രമാത്രം വിരോധം വെച്ച് പുലർത്തിയ ആളായിരുന്നു പ്രവാചകൻ. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇനി അവര് വേണ്ട, അവരെ മുഴുവനും പുറത്താക്കണം എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ നല്ലൊരു വിഭാഗം ആളുകൾ ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട്. നല്ലത്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ ഭാരതത്തിലാ. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പരസ്പരം സ്നേഹത്തോടെയും ഐക്യത്തോടെയും സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും തന്നെ ജീവിച്ചു പോകണം. അതിനൊന്നും ഇവിടെ ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഞങ്ങളുടേത് 916 മതേതരത്വമാണ് എന്നൊക്കെ പറയുമ്പോഴേക്കാണ് നമുക്കിതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരുന്നത്. പൗരത്വ ബില്ലിനെതിരെ നടന്ന പ്രക്ഷോഭം നമ്മൾ കണ്ടില്ലേ? ഇസ്ലാമിലെ ഭൂരിഭാഗം വിവരങ്ങളും അറബിയിലായതുകൊണ്ട് അധികം ആളുകൾക്കും അറിയില്ലായിരുന്നു. അറബി ഭാഷയാണല്ലോ, കടിച്ചാ പൊട്ടാത്ത ഭാഷയായതുകൊണ്ട് പെട്ടെന്നത് ജനങ്ങൾക്ക് തിരിഞ്ഞു കിട്ടത്തില്ല. ഒരിക്കലും ഈ രൂപത്തിൽ വ്യത്യസ്തമായ ഭാഷകളിലേക്ക് ഖുർആൻ വിവർത്തനം ചെയ്യപ്പെടുമെന്നും ജനങ്ങൾക്കത് മനസ്സിലായി പോകുമെന്നും ചിന്തിക്കാൻ മുസ്ലിം പുരോഹിതർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ സ്നേഹ സംവാദങ്ങളൊക്കെ തുടങ്ങി വെച്ചത്. അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇന്ന് ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുമെന്നും ഖുർആനും ഹദീസും ഇന്ന് അധികം ജനങ്ങളും പഠിക്കുമെന്നും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നബിയുടെ കാരുണ്യവും അള്ളാഹുവിന്റെ മതേതരത്വവും ഒക്കെ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒഴുകി നടക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങൾ അല്ല എന്നാണ് മറ്റു എല്ലാ ലോക മുസ്ലിങ്ങളും പറയുന്നത്. അതായത് ഇസ്ലാമിസ്റ്റുകളും മുസ്ലിങ്ങളും രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ്.
ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പ്രമാണത്തിൽ എന്താണോ ഇസ്ലാം, ആ ഇസ്ലാമിനെ അങ്ങനെ തന്നെ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ. മറ്റവരാണെങ്കിലോ മുസ്ലിമായിട്ട് ജനിച്ചു, മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചു, ശരി ഇനിയിപ്പൊ അങ്ങനെ തട്ടിപ്പൊത്തി അങ്ങ് പോട്ടെ. അതായത് സലഫി ആശയമുണ്ടല്ലോ, സലഫി ആശയം. ഞങ്ങളൊക്കെയും പാരമ്പര്യമായിട്ട് സുന്നികളായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് മുജാഹിദിന്റെ ആശയം കയറി, മുജാഹിദിന്റെ കോളേജിലാണ് പഠിച്ചതുമൊക്കെ. അങ്ങനെയാണ് നബിദിനവും മരണപ്പെട്ടവരോടുള്ള പ്രാർത്ഥനകളും അതൊക്കെ മാറ്റപ്പെട്ടത് അങ്ങനെയാണ്. പിന്നീട് മുജാഹിദ് വിഭാഗത്തിലേക്ക് വന്നതോടുകൂടി ഞങ്ങളാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള ഇസ്ലാം, മറ്റവരൊക്കെ പോക്കാണ് എന്ന ഒരു ആശയം നമ്മുടെ ഉള്ളിലേക്ക് വേരുറച്ചു. പിന്നീട് നമ്മുടെ പഠനം, നമ്മുടെ യാത്ര, നമ്മുടെ ഖുർആൻ ക്ലാസ്സുകള്, നമ്മുടെ ഉപദേശങ്ങള്, ഇതെല്ലാം ആ രൂപത്തിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഖുർആൻ പരിഭാഷകളെ ഡിപ്പെൻഡ് ചെയ്തു തുടങ്ങുന്നത്. അതുവരെ ഖുർആനിന്റെ അർത്ഥം പഠിക്കാൻ പാടില്ല എന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ക്രിസ്മസ്, നബിദിനം, ഓണം, ഇതൊക്കെ പിന്നീട് നമുക്ക് ക്രമേണ ഹറാമായി മാറി. സുന്നികളായിരിക്കുമ്പോൾ അത്രയ്ക്കും തീവ്രമായിട്ടൊരു ആശയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല. അതുകൊണ്ട് പ്രശ്നമില്ല, ശരി ഓണത്തിന് ഒരു ഓണസദ്യ കഴിച്ചാലോ, അതല്ലെങ്കിൽ ക്രിസ്മസിനൊന്ന് വിഷ് ചെയ്താലോ ഒന്നും പ്രശ്നമില്ല. അപ്പൊ പിന്നെ കുറച്ച് പുതിയ മൗലവിമാര് പുതിയ ഒരു ഇസ്ലാമിനെ നമുക്ക് മുമ്പിൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഒരു 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 വേറിട്ട ഒരു ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. നമ്മള് മുമ്പ് പിന്നെ ഓണത്തിന്, ക്രിസ്മസിന്, ഇതിനൊക്കെ എല്ലാ ആഘോഷങ്ങളിലും എല്ലാ മനുഷ്യരും പങ്കെടുത്തിരുന്നു. അതിനകത്ത് ജാതിയും മതവും സംഘടനയും ഒന്നും കടന്നു വന്നിട്ടില്ല. മൗലിദുകൾ ഉണ്ടായിരുന്നു, ബൈത്തുകൾ ഉണ്ടായിരുന്നു, ഓണാഘോഷം, നബിദിനം, ക്രിസ്മസ്, ഇതൊക്കെ നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു നമ്മളൊക്കെ അതിനെ ഉൾക്കൊണ്ടിരുന്നത്. പിന്നീടാണ് മതപ്രഭാഷകർ വിദ്വേഷ പ്രഭാഷണങ്ങളുമായി രംഗപ്രവേശം ചെയ്തത്. അങ്ങനെയാണ് അന്യമതങ്ങളെ സംബന്ധിക്കുന്ന വിരുദ്ധതകൾ, സ്പർദ്ധകൾ, അന്യമത വിരോധങ്ങൾ ഏറ്റവും കൂടിയ അളവിൽ നമ്മളിലേക്ക് സ്പ്രെഡ് ആകുന്നത്. സ്നേഹ സംവാദങ്ങൾ, അവര് ഇസ്ലാം മാത്രമാണ് ശരി, മറ്റെല്ലാ മതങ്ങളും വളരെ മോശമാണ്. അങ്ങനെ ഇസ്ലാമിന്റെ ശരിയായ വശങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ബൈബിളിൽ ദൈവികതയില്ലെന്നും യേശു ദൈവപുത്രനല്ലെന്നും ദൈവപുത്രനാണെന്നും പിന്നെ ബൈബിള്, ഭഗവത്ഗീത, ഇതൊക്കെ എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ എടുത്തിട്ട് കൊടുക്കും. നമ്മുടേത് ശരിയാണ് എന്ന് നമുക്ക് പറയാം. അവരൻ്റേത് എടുത്ത് ക്രിട്ടിസൈസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അവര് നമ്മുടേത് പഠിക്കാൻ തുടങ്ങി. നമ്മള് ഈ സ്നേഹസംവാദത്തിൽ അവർക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം എടുത്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് അത് മാത്രം എടുത്ത് അവർ പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിച്ചു. ആ സമയത്താണ് എന്നാ പിന്നെന്താ ഇത്തരം ഖുർആൻ വചനങ്ങളൊന്നും നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാത്തത്? ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഖുർആൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ 916 സെക്യുലറായ നമ്മളൊക്കെ മതം ഇങ്ങനെയാണെങ്കിൽ നമ്മളതൊന്ന് പഠിച്ചിട്ട് തന്നെ കാര്യം. നമ്മൾ അങ്ങനെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എടുത്ത് ജനങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറായി. അതെ, ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ ഇന്ന് ശരിയായ ഇസ്ലാമിനെ ഞങ്ങൾ പഠിപ്പിക്കാം. ഇസ്ലാമിനെ നല്ല ഭംഗിയുള്ള വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു കൊണ്ടിരുന്ന സ്നേഹ സംവാദത്തിന്റെ കൂട്ടുകാരന്മാരും വഴിവിളക്കിന്റെ മാടപ്രാവുകളും ഒക്കെ ഒടുവിൽ ഒതുങ്ങി. അവരൊടുവില് സിനിമ ഹലാലാക്കാൻ തുടങ്ങി, സംഗീതം ഹലാലാക്കാൻ തുടങ്ങി, അഭിനയം ഹലാലാക്കാൻ തുടങ്ങി. കാരണം ഈ ഇസ്ലാമിനെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിൽ ഇവർക്ക് പഠിപ്പിക്കണമെങ്കിൽ, പ്രചരിപ്പിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ പല ശരി തെറ്റുകളെയും തുലനം ചെയ്ത് തെറ്റുകളെ ശരിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു കാലത്ത് സിനിമ ഹറാമായിരുന്നു, പിന്നെ ഇന്നത്തെ കാലത്ത് സിനിമ ഹലാലാണ്. ഇസ്ലാമിന്റെ മേന്മ, ശാസ്ത്രീയ ഗ്രന്ഥമാണ് ഖുർആൻ. ഇതൊക്കെ കാണിച്ച് ജനങ്ങളെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ശരിയായ അർത്ഥം അതല്ല എന്ന് നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഒരു സംവാദത്തിൽ പോലും എം അക്ബറിനെ പോലെയുള്ള ആളുകൾ ഖുർആനിനെ വളച്ചൊടിക്കുമ്പോൾ മുസ്ലിം പുരോഹിതർ തന്നെ അത് കണ്ടുപിടിക്കുന്നു. പ്രവാചകന്റെ ത്യാഗം കുറച്ച് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഖദീജയ്ക്ക് 40 വയസ്സും പ്രവാചകൻ 25 വയസ്സുമാക്കി വെട്ടിക്കുറയ്ക്കുമ്പോൾ മുസ്ലിം പുരോഹിതർ തന്നെ അതിനകത്ത് പിടുത്തവിടുന്നു. ഖദീജയ്ക്ക് 28 വയസ്സാണ് ആയിരുന്നത്, പ്രവാചകൻ 25 വയസ്സും. അവർ തമ്മിൽ 3 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് വല്ലാണ്ട് ത്യാഗത്തിലായി പോകണ്ട.
കള്ളക്കഥകളൊന്നും മെനഞ്ഞിട്ട് അങ്ങനെ അവര് തന്നെ പരസ്പരം വിമർശിക്കാൻ തുടങ്ങി. അതായത് സ്വന്തം പല്ലിട കുത്തി മണപ്പിക്കാന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്നത് പോലെ മലർന്നു കിടന്ന് ഇവര് തന്നെ തുപ്പാൻ തുടങ്ങി. അങ്ങനെ ഇസ്ലാം ദാ വളർന്നുകൊണ്ടിരിക്കുവാണ്. ഞങ്ങളുടെ ഇസ്ലാം ഭയങ്കര കാരുണ്യത്തിന്റെ മതമായതുകൊണ്ട് ഇസ്ലാമിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവര് ലവ് ജിഹാദ്